കുട്ടികളിലെ ലഹരി ഉപയോഗവും അക്രമോത്സുകതയും ഇല്ലാതാക്കാൻ ആകാവുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേവലം ലഹരിയിൽ ഒതുക്കേണ്ട വിഷയമല്ല ഇത്. മയക്കുമരുന്ന് കേസുകളിൽ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് കേരളത്തിലാണ് നിലനിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേവലം ലഹരിയിൽ മാത്രം ഒതുക്കേണ്ട കാര്യങ്ങളല്ല, ഒട്ടനേകം പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളെടുത്താൽ ഫെബ്രുവരി 22 മുതൽ മാർച്ച് 1 വരെ മയക്കുമരുന്ന് സംഭരണവും വിതരണത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ ഒരു ഡി ഹണ്ട് എന്നൊരു പ്രത്യേക ഡ്രൈവ് പോലീസ് നടത്തിയിരുന്നു. ഈ ഡ്രൈവിന്റെ ഭാഗമായി 17,246 പേരെ പരിശോധിക്കാൻ കഴിഞ്ഞു. അതിൽ വിവിധ തരത്തിലുള്ള മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 2,762 കേസ്, 2,854 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് കേരളത്തിലാണ് നിലനിൽക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ഉപയോഗങ്ങളെ സംബന്ധിച്ചാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. അതിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി നൽകുകയും ചെയ്തു. ലഹരിക്കെതിരായൊരു നീക്കം അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭിന്നതയിലല്ല, ഒരുമിച്ചുള്ള ഒരു നീക്കമാണ് വേണ്ടതെന്നാണ് സർക്കാർ മുമ്പോട്ട് വെക്കുന്ന സാരം, അല്ലേ? അജിംഷാദ്, ഏതായാലും ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആദ്യം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ആ സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു 12 മണി മുതൽ 3 മണി വരെ ഈ വിഷയത്തിൽ ഊന്നിയുള്ള ചർച്ച നടന്നത്. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും സംസാരിച്ചവരിൽ ഭൂരിപക്ഷം പേരും വിഷയത്തിൽ ഊന്നി കൃത്യമായ ഒരു ചർച്ച തന്നെ നടന്നു, ക്രിയാത്മകമായ ഒരു ചർച്ച തന്നെ നടന്നു എന്ന് പറയേണ്ടി വരുന്നു. ഏതായാലും ഇതിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, ഈ അതായത് കുട്ടികളിൽ ഉണ്ടാകുന്ന ലഹരി വ്യാപനം, അതോടൊപ്പം തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന അവരുടെ സ്വഭാവത്തിലെ മാറ്റം, അക്രമത്തിലേക്ക് അവർ അടക്കം നീങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശാല യോഗം തയ്യാറാക്കാൻ നിലവിലിപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് എത്രയും വേഗം നടപ്പാക്കും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. നിലവിൽ ഏതായാലും ലഹരിയുടെ വ്യാപനം തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വലിയ പദ്ധതികൾ നടപ്പാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ആ രീതിയിൽ തന്നെ തുടരുന്നതായിരിക്കും. പ്രത്യേകിച്ചും എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിൽ സംസ്ഥാനം കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. പക്ഷെ അദ്ദേഹം എടുത്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. എങ്ങനെ, ഏത് സാഹചര്യത്തിലാണ് കുട്ടികൾ ഈ രീതിയിൽ അവരുടെ ഒരു ലോകം മാറുന്നത്? കാരണം ഇന്നത്തെ ഇളം തലമുറ എന്ന് പറയുന്നത് അവർ വല്ലാതെ അസ്വസ്ഥരാണ്. അതിന് പ്രധാനമായ ഒരു കാരണമാകുന്നത് പ്രത്യേകിച്ചും വീടുകളിലും സ്കൂളുകളിലും ഒക്കെ ഇതിൽ ഒരു മാറ്റം വരേണ്ടതുണ്ട്. കുട്ടികളെ പഠനം എന്നതിലെ അപ്പുറത്തേക്ക് ഒരു മറ്റൊരു കാര്യങ്ങളിലേക്കും കുട്ടികളെ വിടാനായി മാതാപിതാക്കൾ തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ട്. അതിൽ മാറ്റം വരേണ്ടതാണ്. അവരുടെ ബാല്യകാലം അത് അവർ കളിച്ചും പഠിച്ചും ഒരുമിച്ചാണ് വളരേണ്ടത്. പക്ഷെ അത് പഠനത്തിലേക്ക് മാത്രം ചുരുക്കുന്നത് അവരെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതൊരു ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് എത്തിക്കുന്നു. ഒപ്പം തന്നെ സിനിമ, സീരിയൽ ദുസ്വാധീനവും കുട്ടികളിൽ അക്രമം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ മേഖലയിൽ നിന്നുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിശാല യോഗം ചേരുവാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലുള്ള പദ്ധതികൾ തുടരുന്നതിനൊപ്പം തന്നെ ഈ വിശാല യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കി കുട്ടികളെ ഈ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അജിംഷാദ്. ശരി ഷീജയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.